എന്ത് പറ്റിയ ചെരുപ്പിന്റെ അടിയിൽ കല്ലും എല്ലാം കുത്തി കയറിയിരിപ്പുണ്ടോ? ഇല്ല. ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാ? എന്താ പാന്റ് മടക്കി അടിച്ചതിന്റെ ഇത് വിട്ടുപോയോ? അതൊന്നും അല്ല പിഷാരടി, അവിടെ നിലത്ത് എന്തെങ്കിലും കുഴപ്പമായിരിക്കും. നിലത്ത് എന്താ കുഴപ്പമുള്ളത്? ഹലോ, നിങ്ങൾക്ക് എന്നെ കുറിച്ചൊന്നും ചോദിക്കാനല്ലേ? ചെരുപ്പ് മാത്രമേ എന്റെ കാര്യമല്ല ചോദിക്കും. നിനക്ക് എന്നെ പറ്റിയ? എന്നെ കുത്തി പിഷാരടി. ആരാണ് മാമനെ കുത്തിയത്? ബാഹുബലി കളിക്കാതെ എന്റെ കാര്യത്തിലേക്ക് വാ. ആരാ കുത്തിയതാരാ? എന്നൊരു തേള കുത്തിയത്. തേള് കുത്തി എന്ന് പറയുമ്പോ ഇങ്ങനെ കൈയഴിക്കണേണ്ടല്ല, കണ്ണന്തരവില്ലാത്ത പരിപാടിയാണ് പിഷാരടി. ഞാൻ ബീച്ചിൽ പോയിരുന്നു. അവിടെ പോയി ഞാൻ അവിടെ നിന്ന സമയത്ത് എന്റെ ഒരു തേള് വന്ന്. ഇങ്ങോട്ടാണോ വരുന്നത്? തേളൊക്കെ ചിലത് പോയിസൺ ആയിരിക്കും. ഞാൻ ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. ഡോക്ടറോട് എന്ത് പറഞ്ഞു? മരുന്ന് മേടിച്ചേ. ഡോക്ടറോട് എന്ത് പറഞ്ഞു? ഡോക്ടറോട് പറഞ്ഞ കാര്യം ഞാനിപ്പോ പാട്ടിലൂടെ പറഞ്ഞു തരാം. എനിക്ക് അതിനേ കഴിയുള്ളൂ. വേദനയാ. കാലിൽ തേളുകുത്തി പോയ്സനായി ഡോക്ടറെ, കാലിൽ തേളുകുത്തി പോയ്സനായി ഡോക്ടറെ. കടൽ കരയിൽ കടലേം തിന്ന് സീനും കണ്ടിരുന്നപ്പോൾ പിന്നെ നിന്റെ കാലിൽ കരിന്തേളുകുത്തി, കാലിൽ തേളുകുത്തി പോയ്സനാണോ ഡോക്ടറെ, കാലിൽ തേളുകുത്തി പോയ്സനാണോ ഡോക്ടറെ. ഇടയ്ക്കുള്ള യാത്രയിൽ കടിക്കുന്ന ജീവികൾ ഇടയ്ക്കെൻ്റെ അത്താഴങ്ങൾ മുടക്കാറുണ്ടെന്നാൽ പോലും, ഇടയ്ക്കുള്ള യാത്രയിൽ കടിക്കുന്ന ജീവികൾ ഇടയ്ക്കെൻ്റെ അത്താഴങ്ങൾ മുടക്കാറുണ്ടെന്നാൽ പോലും ഒരു കുഞ്ഞു തേരട്ടയെ, ഒരു കുഞ്ഞു തേരട്ടയെ പിടിച്ചു ഞാൻ ലാളിച്ചതും മറഞ്ഞിരുന്ന കരിന്തേളുകുത്തി, കാലിൽ തേളുകുത്തി പോയ്സനാണോ ഡോക്ടറെ, കാലിൽ തേളുകുത്തി പോയ്സനാണോ ഡോക്ടറെ. ഇത് പിഷാരടി ശരിക്കും പൊസസീവ്നെസ് ആണ്. കാരണം ഈ തേരട്ടക്ക് ഒരു ലാളനം കിട്ടിയപ്പോ കരിന്തേളിന് ഈഗോ അടിച്ചു. നോക്കി, നല്ല സാധ്യത ഉണ്ടാവും. അല്ല, ശരിക്കും പറഞ്ഞാല് ആ തേരട്ടന വരെ ലാളിക്കാൻ കാണിച്ച എന്റെ ഒരു മനസ്സ് പിഷാരടി നിങ്ങൾ രണ്ടുപേരും കണ്ടില്ല.